S1000 10R ആണ്. ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ ഇന്ന് നമ്മൾ വീണ്ടും ഒരു റൈഡിന് വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് നന്ദി ഹിൽസിൻ്റെ താഴെയാണ്. അപ്പോൾ ഇനി തിരിച്ച് പോകുന്ന പ്ലാനിലാണ്. സോ ലെറ്റ്സ് ഗോ. അപ്പോൾ നമ്മളിന്ന് പോകുന്ന റൂട്ട് എന്ന് പറയുന്നത്, കഴിഞ്ഞൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മളെ ബാംഗ്ലൂർ മൈസൂർ എക്സ്പ്രസ് വേവ് ഉണ്ട്, അതിൽ കയറിയിട്ട് നമ്മൾ അങ്ങനെ പോകാനാണ് വിചാരിച്ചിരിക്കുന്നത്. നമ്മുടെ കൂടെ ഒരുപാട് വണ്ടികളൊന്നും വന്നിട്ടുണ്ട്. 3 ടൈഗർ വന്നിട്ടുണ്ട്, സ്ട്രീറ്റ് ഫൈറ്റർ V2, S1000 RR, Z900. സോ ലെറ്റ്സ് ഗോ. Let's go. Let's go. ഈ ഒരു റോട്ടിൽ ഈ സൺഡേ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് വണ്ടികളെ കാണാൻ പറ്റും. നമ്മുടെ നന്ദി ഹിൽസ് റോഡാണിത്. ഓ അതേ പോകുന്നു. ബസ് ഇതെന്താ അങ്ങോട്ടാണോ ഇങ്ങോട്ടാണോ? അപ്പം നമ്മളുടെ കൂടെ 3 ട്രയംഫ് ടൈഗറും കൂടി ഉണ്ടായിരുന്നേ. പക്ഷെ അവർ പിന്നെ വേറെ പോയി. അവർ വേറെ എന്തോ പരിപാടി ഉണ്ടെന്നും പറഞ്ഞിട്ട്, അപ്പോൾ അവർ വേറെ പോയിട്ടുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ നമ്മളെ കൂടെ ഇപ്പോൾ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾ കാണാൻ പോകുന്നത് ഡുക്കാട്ടി മൾട്ടിസ്റ്റാഡ, എൻ്റെ 950 ഉണ്ട്, ഒരു V4 ഉണ്ട്, പിന്നെ നമ്മുടെ S1000 RR, ഒരു സ്ട്രീറ്റ് ഫൈറ്റർ V2, പിന്നെ Z900. ഇത്ര വണ്ടികളാണ് ഇപ്പം നമ്മളെ കൂടുതൽ ഈ ഒരു റൈഡിന് ഉള്ളത്. V4 അതാ പോകുന്നു. S1000 ഇപ്പം പോകും, കണ്ടോ, നോക്കിക്കോ. S1000 ഇതാ പോകുന്നു. Z900ഉം സ്ട്രീറ്റ് ഫൈറ്ററും ബാക്കിൽ വരുന്നുണ്ട്. ക്യാമറ നോക്കിയാൽ, സോറി, മിറർ നോക്കിയാൽ നീ കാണുന്നുണ്ടോയെന്ന് അറിയില്ല, എൻ്റെ തൊട്ട ബാക്കിൽ തന്നെ ഉണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഹൈവേയിൽ എത്തിയിട്ട് കാണാം. അപ്പോൾ നമ്മൾ ഹൈവേയിലോട്ട് എത്തിയിരിക്കുകയാണ്. V4, V2, $950. V4 ഒരു സംഭവം തന്നെ കേട്ടോ, അതും പൈക്സ് പീക്ക്.
എവിടെ എൻട്രി? യെസ്. നമ്മളൊന്ന് ഇട്ട് കൊടുത്താലേ ബാക്കിയുള്ളവർ വരുള്ളൂ. S1000 ഇപ്പം എങ്ങനെ കാണാം, പറഞ്ഞ് പോകുന്നതാണോ? വരുന്നുണ്ട്, ബാക്കിൽ വരുന്നുണ്ട്. വാ വാ വാ, എന്താ വരും. അതിനെ പിടിച്ചാൽ കിട്ടില്ല, എന്നാലും ഒരു സുഖം. വണ്ടി ഒന്ന് ത്രോട്ടിൽ കൊടുക്കാൻ പേടില്ല, കാരണം ബാക്കിലെ ടയറ് തീരെ ഇല്ല. അപ്പോൾ നല്ല സ്പീഡ് കൈ എടുക്കുമ്പോൾ ബാക്കിലെ ടയർ ഇങ്ങനെ ആടി കളിക്കുന്നുണ്ട്. G900 അതാ പോകുന്നു. നന്നായിട്ട് ക്രോസ് വിൻഡ് ഉണ്ട് കേട്ടോ. വണ്ടി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടേക്കും വണ്ടി പാളുന്നുണ്ട്. അതുകൊണ്ട് പ്രത്യേകിച്ച് ഇത്രയും വലിയൊരു വണ്ടിയും കൂടെ ആയതുകൊണ്ടാണ്, ബൈക്കും കൂടെ ആയതുകൊണ്ടാണ് നന്നായിട്ട് എടുത്തിട്ട് ഇങ്ങനെ ഇടുന്നുണ്ട്. കഴിഞ്ഞ എൻ്റെ ഒരു വീഡിയോ ഞാൻ ഇതിലൂടെ പോകുമ്പോൾ അന്ന് 230 എന്തോ അടിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ടോപ്പ് സ്പീഡ്. ഇന്നിപ്പോൾ ഞാൻ അതിന് മുതിരണമെന്നില്ല, കാരണം ടയറ് മോശമാണ്. പിന്നെ ട്രാഫിക്കും ഇച്ചിരി കൂടുതലുണ്ട്, അപ്പോൾ വെറുതെ റിസ്ക് എടുക്കുന്നില്ല.
നിങ്ങൾക്ക് കാണുന്നുണ്ടോയെന്ന് അറിയില്ല. വണ്ടി ഞാൻ സ്പീഡ് ഒരു 160 170 ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ വണ്ടി ഇങ്ങനെ 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 കിടന്ന് പൊളയുന്നുണ്ട്. അപ്പോൾ അതെനിക്കൊന്ന് ടയറിന് ഞാൻ തോന്നുന്നുണ്ട്. ടയർ ഭയങ്കര എന്താ പറയുക, പോളിഷ് ചെയ്ത് വെച്ച മാതിരി ആയിട്ടുണ്ട്. ഒന്നുമില്ല, ആ സെൻറ്റർ പോർഷൻ ഉണ്ടല്ലോ അത് ഫ്ലാറ്റ് ആയിട്ടുണ്ട്. ബംഗളൂരു 500 meters. നമുക്ക് ഇങ്ങോട്ട് എക്സിറ്റ് എടുക്കണ്ട, അപ്പുറത്ത് എടുത്താൽ മതി. ഇതെടുത്ത് നമുക്ക് കോലാർ പോകേണ്ടി വരും. കോലാർ അങ്ങനെ, കോലാറിനല്ല, കോലാർ റൂട്ടിലോട്ടാണ് അത്. പിന്നെ പോയി അങ്ങനെ പോയി ഇങ്ങനെ അങ്ങോട്ട് വീണ്ടും റിട്ടേൺ അടിക്കണം. കുറച്ചുകൂടെ അപ്പുറം പോയാൽ നമുക്ക് ഇത് കിട്ടുന്നുണ്ട്. Yes, come on. ഇതാണ് നമ്മുടെ എക്സിറ്റ്. ഓ, ഇവിടെ എല്ലാവരും കുറേ പേരുണ്ടല്ലോ ഇവിടെ. ഇത് നമ്മളുടെ ബ്രാൻഡ് ന്യൂ സ്ട്രീറ്റ് ഫൈറ്റർ കേട്ടോ. സ്ട്രീറ്റ് ഫൈറ്റർ V2S കിട്ടിയ വണ്ടി കേട്ടോ. അത് വെയിറ്റ് എന്ന് പറയുന്നത് ഇത്ര 175 180 അങ്ങനെ എന്തോ പുള്ളി പറഞ്ഞ്. ഒരു രക്ഷയില്ല. അതാണ് അതിൻ്റെ ഒരു സംഭവം. അത് ഡുക്കാട്ടി എല്ലാ വണ്ടികളും അങ്ങനെ ആവുന്നുണ്ട് കേട്ടോ. ഇത് നമ്മുടേതിലില്ല. പനികാല ഇതുപോലെ സ്ട്രീറ്റ് ഫൈറ്റർ അതിനൊക്കെ അങ്ങനെ സ്റ്റാൻഡ് കണ്ടുപിടിക്കാൻ ഭയങ്കര പാടാണ്. ആദ്യമായിട്ട് എടുക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം സോ ഗൈസ്, അപ്പം ഇതേ പോകുന്നു. S1000 10R മാരമാണ്. ഈ റോഡെന്ന് പറയുന്ന കിട്ടില്ല റോഡാണ്. ആരായാലും കയ്യും കൊടുത്തു പോകും. ആജാതി റോഡാ. കിടപ്പ് കണ്ട. സോ ഗൈസ്, അപ്പം അത്രയൊക്കെ ഉള്ളൂ നമ്മളുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോ കാണാം.